ഹേ ഗായ്സ്, നമുക്കിന്നൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കി നോക്കിയാലോ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ മധുരം ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല, എന്നാൽ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. വീഡിയോസ് നോക്കിയപ്പോഴാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ 4 വശങ്ങളും ഇതേപോലെ മുറിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊരു മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഈ പരുവത്തിന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്കത് കുഴച്ചൊന്ന് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. കുറേ പാൽ ഒഴിച്ചിട്ട് അത് ലൂസാക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഒരു ഭൂരിക്കൊക്കെ മാവ് കുഴക്കും പോലെ ആ ഒരു കുറച്ചൊരു കട്ടിക്ക് ആ ഒരു രീതിക്ക് കുഴച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. കുറേ പാലൊഴിച്ച് ഭയങ്കരമായിട്ട് കുതിർത്ത് കളയണ്ട. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒരു ബോളാക്കി എടുക്കുക. ഒരു 2 മിനിറ്റ് അവിടെ വെക്കുക കേട്ടോ. അതായത് ആ പാലൊക്കെ ഒന്ന് അതിൽ സെറ്റായി കിട്ടുന്നവരെ 2 മിനിറ്റ് ഒന്ന് അവിടെ വെക്കുക. അതിന് ശേഷം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബൗളാക്കി എടുക്കുക. പിന്നെ നമ്മളൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കുള്ള അതിനുള്ള ആ ഒരു വെള്ളം ഞാൻ സെറ്റാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും അതേപോലെ തന്നെ ഒരു അരക്കപ്പോളം പഞ്ചസാരയും ഇടുന്നുണ്ട്. കുറേ പഞ്ചസാര വേണ്ടവർക്ക് അങ്ങനെ ഇടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു വെള്ളത്തിൻ്റെ കട്ടി കേട്ടോ. അങ്ങനെ അതായി വന്നിട്ടുണ്ട്. ഒരു ചെറിയ 2 കഷ്ണം ഏലക്കായും ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താക്കുക, നേരത്തെ ആ ഫ്രൈ ചെയ്ത് വെച്ച അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് മൂടി വെക്കുക. 5 മിനിറ്റ് ഒന്നും വേണമെന്നില്ല. എന്നിട്ട് കഴിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും